നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യും. അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയായിരിക്കണം? സുസ്ഥിര വികസന സൂചികളുടെ കാര്യത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൊയ്ത കേരളം അടിസ്ഥാന മേഖലയിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ സംവാദ പരിപാടിയിൽ കേരളം സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയ്ക്ക് അർത്ഥപൂർണമായ സമ്പൂർണത നൽകുന്നതിന് വേണ്ടി പരിജ്ഞാനവും അറിവുമുള്ള ഏതാനും വ്യക്തികൾ ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ശ്രീ വി തുളസീദാസ്, MD, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കിയ. ശ്രീമതി ലേഖ ബാലചന്ദ്രൻ, ചേംബർ ഓഫ് കൊമേഴ്സ് കമ്മിറ്റി മെമ്പർ. ശ്രീ T ബാലകൃഷ്ണൻ, CMD, ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ശ്രീ BJ കുര്യൻ, MD, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് CR. ഡോക്ടർ ഷീജ, ആർക്കിടെക്ചർ, HOD, CET. ശ്രീ ബേബി മാത്യു, കേരള ട്രാവൽ മാർട്ട് ചെയർമാൻ, ടെലിവിഷൻ സംഘടനകളുടെ ജനറൽ സെക്രട്ടറി. ഇത്രയും പേരാണ് ഈ ചർച്ചയ്ക്ക് അലകം പിടിയും നൽകാൻ വേണ്ടി ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇപ്പം ദേശീയപാത വികസനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ 85,000 കോടി രൂപയുടെ നിക്ഷേപം വേണ്ടതാണ്. പിന്നെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടിയാണ് നമ്മുടെ നിർമ്മാണ ചെലവ്. അപ്പം വളരെ സാഹസികമായിട്ടുള്ള തലത്തിലാണ് നമ്മൾ കേരള ഗവൺമെന്റ് നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ 10-14 കോടി രൂപ ഉണ്ടെങ്കിൽ 1 കിലോമീറ്റർ പാത സാധ്യമാക്കാം. നമുക്ക് 48 കോടി 50 കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ? ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം നമ്മുടെ നാട്ടിലെ ഭൂമിയുടെ വിലയാണ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും വില ഭൂമിക്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള വിലക്രമം അനുസരിച്ച് ഇപ്പോൾ ഭൂമി എടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന വിലയുണ്ട്. അതിലൊന്ന് ഈ ഭൂമിയുടെ മാർക്കറ്റ് വില, പിന്നെ 100% അതിനു പുറമെ സ്വലേഷ്യം, അപ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കണം. പിന്നെ 12% മാർക്കറ്റ് വാല്യൂവിൻ്റെ 12% അതിന് പുറമെ കൊടുക്കണം. ഇത് ഭൂമി എടുക്കുമ്പം കൊടുക്കുന്നതാണ്. ഇത് പട്ടണ പ്രദേശം കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു എക്സ്ഗ്രേഷ്യ കൊടുക്കുന്നുണ്ട്. അത് ഒരു 10 കിലോമീറ്റർ വരെയുള്ള സ്ഥലം പട്ടണം കഴിഞ്ഞിട്ട് അതിൽ 1.2% എക്സ്ഗ്രേഷ്യ ഉണ്ട്. പിന്നെ 10 മുതൽ 20 കിലോമീറ്റർ വരെ 1.4% എക്സ്ഗ്രേഷ്യ ഉണ്ട്. 20 തൊട്ട് 30 കിലോമീറ്റർ വരെ 1.6% എക്സ്ഗ്രേഷ്യ ഉണ്ട്. 30 മുതൽ 40 വരെ 1.8% എക്സ്ഗ്രേഷ്യ ഉണ്ട്. അപ്പോൾ ഇപ്പം 1 കോടിയാണ് മാർക്കറ്റ് വിലയെങ്കിൽ യഥാർത്ഥത്തിൽ 2 കോടിയായി. ആ 2 കോടിക്ക് പുറമെ 12% എന്ന് പറയുമ്പോൾ 12 ലക്ഷമായി, 2.12 ആയി. പിന്നെ ഒരു 30-40 കിലോമീറ്റർ വരെയുള്ളവരാണെങ്കിൽ പിന്നെ 1,80,000 അതിന് പുറമേയും വരും. ഇത്രയും തുക ആ ഭൂമിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ വില അനുസരിച്ച് നല്ല വിലയായിട്ട് വരുന്നുണ്ട്. അവർ പറയുന്ന ന്യായം മറ്റു ചില സംസ്ഥാനങ്ങൾ എടുത്ത് പറഞ്ഞാൽ ചെറിയ പൈസക്ക് അവിടെ ഭൂമി കിട്ടും. അതെ അതെ, നമുക്കിവിടെ അതിന് വഴിയില്ല. എപ്പോഴും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് റോഡ് പണിയാണെങ്കിൽ വലിയ പൈസ. അതെ അതെ, പക്ഷെ വേറെ നിവൃത്തി നമുക്കില്ല. അതവർക്ക് ബോധ്യമാണ്. ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ദേശീയപാത വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ശ്രീ തുളസീദാസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാർ അതൊരു പ്രതിക്രിയയിലൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഈ വിമാനത്താവളത്തിലേക്കുള്ള വഴികൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദേശീയപാത വികസനം, മലയോര ഹൈവേ, അതുപോലെ തീരദേശ ഹൈവേ, അതുപോലെ ചില വഴികളുടെ വികസനം, ഇതും കൂടി സാധ്യമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു നെർവ് സെന്റർ ആയിട്ട് നമ്മുടെ വിമാനത്താവളങ്ങൾക്ക് മാറാൻ കഴിയും. ഇപ്പൊ കണ്ണൂരിൽ ഒരുപാട് റോഡുകൾ വന്ന് വിമാനത്താവളത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു സംഭവം. എങ്ങനെയാണ് ശ്രീ തുളസി? ഞങ്ങളിപ്പോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണിത്. വിമാനത്താവളത്തിലേക്ക് വരേണ്ട റോഡുകൾ വേണ്ടത്ര വീതിയുള്ളതല്ല. ഒരുപാട് വളവുള്ള റോഡുകളുണ്ട്. പല ദിക്കിൽ നിന്നും വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. ഇപ്പോൾ കർണാടകത്തിന്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, ഇത് വളരെ പണ്ടേ ചെയ്തു തീർക്കേണ്ട ഒരു ജോലി ആയിരുന്നെങ്കിലും ഇപ്പോഴേതായാലും ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ഫോർമലായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. 6 റോഡുകൾ വികസിപ്പിച്ചെടുക്കാൻ, അതും 4 വരി പാതയാക്കി വികസിപ്പിച്ചെടുക്കാനായിട്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്ന 6 റോഡുകൾ. ഇതിൻ്റെ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും സർവേ
ലാൻഡ് അക്വിസിഷൻ്റെ ബാക്കിയുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരാൻ ഇനിയിപ്പോൾ ഏതായാലും ഒരു 1-2 വർഷമെങ്കിലും എടുക്കും. 2 വർഷം കൊണ്ട് ഇതെല്ലാം പൂർത്തിയാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തിപരമായിട്ട് തന്നെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ആ കണക്കിന് ഈ 2 വർഷം കൊണ്ട് ഇത് തീർച്ചയായും നല്ല പുരോഗതി ഉണ്ടാകും. എനിക്ക് തോന്നുന്നു മലയാളിക്ക് റോഡിനോട് ഉള്ള മമത പോലെ തന്നെ തീവണ്ടിയോടൊരു മമതയുണ്ട്. പലപ്പോഴും ആൾക്കാർ തീവണ്ടി ആശ്രയിച്ചാണ് പോകുന്നത്. ടി ബാലകൃഷ്ണൻ, താങ്കളുടെ ഒരു സാരഥ്യത്തിൽ ഒരു ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർ, പക്ഷേ ഒരു സമാന്തര പാതയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ആ പ്രതീക്ഷ. എങ്ങനെ ഏത് അളവ് വരെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ അത് മാത്രമാണ് പെർമനന്റ് സൊല്യൂഷൻ. ഉദാഹരണത്തിന് 1950 ഒരു കുടുംബത്തിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ 76% ചാൻസ് അയാളുടെ ട്രെയിനിലായിരുന്നു പോകും. അതായത് ആവറേജ് 76% ഓഫ് ദ ട്രാവൽ ഔട്ട്സൈഡ് എ ഹൗസ് ടു അനദർ പ്ലേസ് വാസ് ബൈ ട്രെയിൻ. 76%. അതെ, 100 പേര് വീട്ടിൽ നിന്ന് വെളിയിൽ പോവുകയാണെങ്കിൽ അതിൽ 76 പേര് റെയിൽവേ ആയിരുന്നു. ഇന്ന് അത് 10% താഴെയായി മാറിയിട്ടുണ്ട്. അത്രയും പേര് ബസ്സുകളിലും കൂടുതൽ കാറുകളിലേക്കാണ് മാറിയിരിക്കുന്നത്, വിമാനത്തിലേക്ക് മാറി. ഇതുകൊണ്ടുള്ള മൈനസ് സൈഡ് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ റോഡുകൾ കൂട്ടുന്നു അത്രത്തോളം കാറുകളുടെ എണ്ണം വരുന്നുണ്ട്. ഇതൊരു സൊല്യൂഷൻ അല്ല. ശ്രീ കുര്യൻ പറഞ്ഞപ്പോഴും ഉദാഹരണം പറഞ്ഞത് ന്യൂസിലാൻഡിലാണ്. 2 മോഡലാണ് സർ ലോകത്തിലുള്ളത്. ഒന്ന് അമേരിക്കൻ ഓസ്ട്രേലിയൻ മോഡൽ എന്ന് പറയും. വളരെ വലിയ രാജ്യങ്ങൾ, അവിടെ വിമാനത്താവളങ്ങളുണ്ട്. ഈ വിമാനത്താവളങ്ങളെല്ലാം കൂടുതൽ ബന്ധിപ്പിക്കുന്നത് കാറുകളുമായിട്ട്. വേറെ ഒരു മോഡലുണ്ട്, ജപ്പാൻ, ചൈന, യൂറോപ്പ് മോഡൽ. അവിടെ കൂടുതൽ ഹൈസ്പീഡ് റെയിലിലാണ് ആളുകൾ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെയേറെ ഇന്ത്യ മാതിരി വളരെയേറെ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളാണ്. അടുത്തടുത്ത പട്ടണങ്ങളുണ്ട്. ഈ പട്ടണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ പ്രായോഗികമായിട്ട് പ്ലെയിനുമായിട്ടുള്ളത് അത് എലൈറ്റിനെ പറ്റും. അപ്പോൾ 10,000-കണക്കിനോ 1000-കണക്കിനോ ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ പ്ലെയിന് ഉപയോഗിക്കാം. ലക്ഷക്കണക്കിനോ ദശലക്ഷക്കണക്കിനോ ആൾക്കാർ പോകണമെങ്കിൽ ഹൈസ്പീഡ് റെയിലാണ് സൊല്യൂഷൻ. അതുകൊണ്ടാണ് യൂറോപ്പും ചൈനയും ജപ്പാനും എല്ലാം വളരെയേറെ പണം ഹൈസ്പീഡ് റെയിൽ ഇൻവെസ്റ്റ് ചെയ്ത്. കേരളത്തിന്റെ ഒരു DNA സംബന്ധിച്ച് ഒരുപക്ഷെ ടി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ റെയിൽവേ വികസനം ഒരുപക്ഷെ നമ്മുടെ പൊതു ഗതാഗത സമസ്യക്ക് വേണമെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കും. റെയിൽവേ വികസനം ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞ രീതിയിൽ ഹൈസ്പീഡ് റെയിൽ വേണമെന്നുള്ളത് ശരി തന്നെയാണ്. അതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ട്. അത് ശ്രീ ബാലകൃഷ്ണൻ പറയുന്ന ആ ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ അല്ല, ജപ്പാനും ചൈനയാ പറയണത്. അതല്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ 2 ഭാഗവും എടുത്തുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവായി ലൈൻ ഇടുക. അത് ആ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റും റെയിൽവേയും കേരള ഗവൺമെന്റും തുല്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് വികസനം നടത്താം എന്നൊരു നിർദ്ദേശമായിരുന്നു വെച്ചത്. പക്ഷേ റെയിൽവേ ഇപ്പോൾ കുറച്ചൊരു വിഷമം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോട്ടയിലേക്ക് പന്തടിച്ചിരിക്കും. അതെ. അപ്പൊ അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും, നമ്മളായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ചോദ്യചിഹ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പാതയുടെ ഇരട്ടിപ്പീരിൽ തന്നെ നമ്മൾ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പാത തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ സമാന്തരമായി ഒരു പാത നിർമ്മിക്കുക, ഇത് വലിയൊരു സാഹസികമായിട്ടുള്ള ദൗത്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതുണ്ട്. ആ സാഹസികത ഏറ്റെടുക്കലേ മാർഗമുള്ളൂ. ഇത് വികസിക്കണമെങ്കിൽ ഇമ്പോസിബിൾ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. പക്ഷെ കുര്യൻ, താങ്കൾ ഒരുപാട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായിരിക്കണം ഒരുപക്ഷെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു DNA എന്ന് പറയുന്നത്. എങ്ങനെ കാണുന്ന താങ്കൾ? തീർച്ചയായിട്ടും. ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇത് നടക്കുമോ, ഇങ്ങനെ ഒരു പുതിയ മോഡല് 1992 മോഡല് പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊരു അത്ഭുതമായിരുന്നു PPP എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിത് പണിതു 6 വർഷം കൊണ്ട് പണിത് തീർത്തു. ആദ്യം നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പം ലാഭത്തിലായി. വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ്, തുളസിദാസ് സാർ പറഞ്ഞതുപോലെ എംപ്ലോയ്മെന്റ് സ്കീമിൽ വളരെയധികം മുന്നോട്ട് പോകാൻ കൊച്ചിൻ എയർപോർട്ടിന് സാധിച്ചു. കാരണം ഇന്ന് 11,400 പേര് ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 25,000 പേര് അതിന് ചുറ്റുപാട് തന്നെ ജോലി ചെയ്യുന്നു. അന്നേരം തീർച്ചയായിട്ടും ഇമ്പോസിബിൾ ആണെന്ന് പറയുന്ന പ്രോജക്റ്റ് ഏറ്റെടുത്ത് പ്രത്യേകിച്ച് ഗവൺമെൻറ് സപ്പോർട്ടുള്ളപ്പം നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള മോഡലുകൾ ഇപ്പം കൊച്ചി എയർപോർട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ വികസനം ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഒരു പക്ഷേ ഒരു കെടാവിളക്കായിട്ട് നിൽക്കുകയാണ്. ഒരു ലക്ഷ്യം നമുക്ക് കാണിച്ചു കൊടുക്കാൻ.
ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ട് നമുക്ക് ഏറ്റെടുക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പിന്നിലുള്ളത് ഒരുപക്ഷെ കൊച്ചി എയർപോർട്ടും കണ്ണൂർ എയർപോർട്ടുമാണ്. അതുകൊണ്ട് തന്നെ സിയാൽ മോഡൽ എന്നൊരു ശൈലി വന്നു കഴിഞ്ഞല്ലോ. സിയാൽ ഒരു ഇന്ത്യയിലെ ആൾക്കാർ സംസാരിക്കുമ്പോൾ സിയാം മോഡൽ. അതെ, അത് നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു മോഡലാണ്. അത് തന്നെയാണ് നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളും. സ്വകാര്യ നിക്ഷേപത്തോട് കേരളം മുഖം തിരിഞ്ഞ് നിൽക്കുന്നുള്ള ഒരു ആക്ഷേപം വ്യാപകമായിട്ട് ഉയരുന്ന സമയത്താണ് നമ്മൾ PPP നടപ്പിലാക്കിയത്. എനിക്കൊന്ന് പല ആൾക്കാർക്കും അത്ഭുതമായിരുന്നു. വളരെ സമഗ്രമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ശ്രീ തുളസിദാസ്, താങ്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ്. എയർ ഇന്ത്യയുടെ ഭാഗമായിട്ട് അതിന് സാരഥ്യം വഹിച്ച ആളാണ്. ഇപ്പോൾ ഒരു എയർപോർട്ട് വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രതീക്ഷ ഒരു പറക്കൽ മാത്രമല്ല, അതിന് ചുറ്റുവട്ടത്തുള്ളൊരു എന്താ പറയാ ഒരു വ്യവസായ നിക്ഷേപത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഞാൻ പരിശോധിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് സ്വകാര്യ നിക്ഷേപങ്ങൾ കുറഞ്ഞു വരുവാണ്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുവാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കഴക്കൂട്ടത്ത് നല്ലൊരു വിശാലമായിട്ടൊരു വഴിയുണ്ട്, അതിന് ചുറ്റുമാണ് ഈ പറഞ്ഞ നിക്ഷേപങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പൊ നല്ലൊരു റോഡില്ല, നല്ലൊരു ട്രാവൽ സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇതൊക്കെയാണ് ഒരു പക്ഷേ കണ്ണൂർ വിമാനത്താവളം ആ ഒരു മേഖലയിലെ ആ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവുമോ? ഈ എയർപോർട്ട് വരുന്നതോടുകൂടി ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പം താങ്കൾ പറഞ്ഞ മാതിരി ബിസിനസിന്റെ കാര്യത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും ഇനി എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. ആ തോന്നൽ നമുക്ക് മുതലെടുത്ത് അവിടെ വേണ്ട രീതി കാര്യങ്ങൾ നടത്തിയാൽ ഈ എയർപോർട്ട് തന്നെ ഒരു വലിയൊരു കാറ്റലിസ്റ്റായിട്ട് മാറും അവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിൽ. അതിനാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ശ്രമിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീ കുര്യന് കിട്ടാതിരുന്നൊരു സാവകാശം അദ്ദേഹത്തിനുണ്ട്. എന്ന കാരണത്തിൽ ചുറ്റുവട്ടത്ത് ഒരുപാട് ഭൂമി അദ്ദേഹമോ അല്ലെങ്കിൽ സർക്കാരോ വളഞ്ഞ് നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്, ഒരുപാട് ഏറ്റെടുക്കുന്നുണ്ട്. എനിക്കൊന്ന് ഒരുപാട് ചെറുകിട സംരംഭങ്ങൾക്ക് വരാനുള്ള ഒരു വഴിയുണ്ട് കിൻഫ്രയുടെ നേതൃത്വത്തിലൊക്കെ. ചെറുകിടയല്ല, വൻകിട അടക്കം വരും. അതിനുള്ളൊരു പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. 5000 ഏക്കർ സ്ഥലം അതിനടുത്ത് തന്നെ സർക്കാർ കിൻഫ്ര മുഖേന എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരു വിമാനത്താവളത്തിനും ഇല്ലാത്ത ഒരു പശ്ചാത്തല അനുബന്ധം അവിടെ ഉണ്ട്. വലിയ സൗകര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു ലേഖ, അതായത് ഈ നിക്ഷേപകർക്ക് ഉണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ് ആണ് ഏറ്റവും പ്രധാനം. നിക്ഷേപകർ എപ്പോഴും ഉറ്റുനോക്കുന്നത് ഈ ഭരണ നിർവഹണത്തിലുള്ള അതിന്റെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഘടകത്തെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ, വ്യവസായികളുടെ മനസ്സിൽ? ഞാൻ ആക്ച്വലി ബിസിനസ് തുടങ്ങിയിട്ട് 30 വർഷത്തോളം ആവുന്നുണ്ട്. അതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങളുണ്ട്. സ്റ്റിൽ ഗവേണൻസ് എപ്പോഴും ഞങ്ങൾക്ക് ചില സമയത്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കാര്യങ്ങൾ നടത്തി കിട്ടാനുള്ള ഏത് മേഖലയിലാണ് ഒരു പക്ഷേ ലേഖ ഇപ്പോൾ ഒരു സംരംഭക ഏറ്റവും ഒരു വൺ സിംഗിൾ പോയിന്റ് എന്ന് പറയാമെങ്കിൽ ഏത് പോയിന്റിലാണ് നിങ്ങൾ ഒരു ഇടറുന്നത് എപ്പോഴും? എല്ലാം ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല. ഇപ്പം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നത്. ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവുമ്പോൾ അവിടെ വളരെയധികം സപ്പോർട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് വളരെയധികം പുതിയ സ്കീംസിനെ കുറിച്ച് പറഞ്ഞു തരാനും അങ്ങനെ വളരെയധികം സപ്പോർട്ടാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ഞാൻ ഡിപ്പാർട്ട്മെന്റ് അടുത്ത് പറയുന്നില്ല, പല ഇതിലും എനിക്ക് അടുത്ത കാലത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ട് ഓൾമോസ്റ്റ് 10 months ആയി എനിക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ ചോദിക്കുമ്പം അവരുടേതായ റീസൺസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, റീസൺസ് ഉണ്ട്. അതിനൊരു ഫയൽ പോലും പുട്ടപ്പ് ചെയ്യാത്ത അവസ്ഥകൾ എനിക്ക് തോന്നുന്നു മൈക്രോ ലെവലുള്ള ഒരു വിഷയം ആയിരിക്കും. ഒരു ചെറിയ ഇഷ്യൂ ആയിരിക്കും, അത് അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. തുളസിദാസ്, എന്താണ് ഒരു പക്ഷേ ഈ ബ്യൂറോക്രസിക്ക് ഒരു കർമ്മനിരതമായിട്ട് ഒരു പശ്ചാത്തലം ഉണ്ടാകാൻ വേണ്ടി ഫസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്താണ്? ധൈര്യമാണോ, ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യും, മോട്ടിവേഷൻ ആണോ, എന്താണ്? എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അതെല്ലാവരുടെയും അനുഭവം ആകണമെന്നില്ല. ഞാൻ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം നടത്തണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്താൻ കഴിയും. ഇന്നത്തെ സംവിധാനത്തിലും നടത്താൻ കഴിയും. പിന്നെ ഈ നമ്മുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്, റെഡ് ടേപ്പ് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അത് വളരെ പണ്ട് തുടങ്ങിയ ഏർപ്പാടുകളാണ്. അതിൽ നിന്ന് മാറാനുള്ള ധൈര്യം, കാരണം പേടിയാണ്, അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ധൈര്യം ഇല്ലായ്മയുണ്ട്. അതാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ഇത് മാറ്റാനായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഇവിടെ ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇന്ത്യ മുഴുക്ക വേണം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഈ സിവിൽ സർവീസും ബാക്കിയുള്ളവരുടെ ആൾക്കാരും കൂടെ ഒരുമിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ശ്രീ കുര്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എത്ര തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാനുള്ളൊരു ഉത്തരവാദിത്വമുള്ളത്
ഒരുപക്ഷെ ബ്യൂറോക്രസിക്കാണ്. എപ്പോഴും ബ്യൂറോക്രസിയുടെ ഒരു സ്ഥായിയായ ഭാവമാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. ബ്യൂറോക്രസി എപ്പോഴും നോക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഒരു ഡിറ്റർമിനേഷനാണ്. താങ്കൾ നിരവധി ഗവൺമെന്റുകൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ 1 to 10 സ്കെയിലിൽ താങ്കളുടെ അനുഭവം ഒരുപക്ഷെ ഒരു നട്ഷലിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കൾക്കുള്ളൊരു ഫീലിംഗ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എപ്പോഴും സപ്പോർട്ടീവായിരിക്കും. എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ആ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് 100% സപ്പോർട്ട് തരും. ഇപ്പം മുഖ്യമന്ത്രിയുടെയൊക്കെ കാര്യം ഇപ്പം ഈ ജലപാതയൊക്കെ 60 വർഷമായിട്ട് കിടന്നിരുന്നതാണ്. നമ്മൾക്ക് 3 മാസം കൊണ്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ പാർവതി പുത്തനാറ്റ് ഒരു കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നോട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ മുഖ്യമന്ത്രി കാര്യത്തിൽ വളരെ നമുക്ക് സ്വാതന്ത്ര്യവും തരും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി. ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിച്ചത്, താങ്കളൊരു 5 ഗവൺമെന്റിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു 1 to 10 സ്കെയിലിൽ ഈ 5 ഗവൺമെന്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾ എങ്ങനെയായിരിക്കും മാർക്കിടാന്ന് ചോദിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നല്ല മെയ്വഴക്കമുള്ള ആളായതുകൊണ്ട് പുള്ളി അത് അഡ്രസ് ചെയ്തിട്ടില്ല. ഇല്ല, വളരെ അടുത്ത കാലത്താണ് ഗവൺമെന്റിന്റെ ഒരു പുതിയ നിയമം വന്ന്, എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ നിയമം വന്നു. ഈ നിയമത്തിലൂടെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലും കാലതാമസം വരുന്ന പല നിയമങ്ങളിലെ വകുപ്പുകളെയും ഒന്ന് മാറ്റിയിട്ടുണ്ട്. 2 സിംഗിൾ വിൻഡോ ഫലപ്രദമായിട്ട് എഫക്റ്റീവിൽ വന്നിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്തിട്ടില്ല. നിയമം വന്നെങ്കിലും ആക്ച്വലി ഇംപ്ലിമെന്റ് തുടങ്ങില്ല. അത് വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അപേക്ഷിച്ചിട്ട് നമ്മൾക്ക് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് എ ഡീംഡ് ലൈസൻസ്, നമ്മൾക്കത് ചെയ്യാം. പെർമിഷൻ ആയി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ, ചില തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ അതിലേക്ക് എത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലെ? ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു. ഇനി അത് പറയേണ്ടതില്ല ഈ പറഞ്ഞതുകൊണ്ട്. അല്ലെ, ഇത് വലിയൊരു മാറ്റം സൃഷ്ടിക്കും. അതായത് ഈ 30 ദിവസത്തിനുള്ളിൽ ഇത് കൊടുത്തില്ലെങ്കിൽ 31ാമത്തെ ദിവസം അത് കിട്ടിയതായിട്ട് കണക്കാക്കും. അതാണ് ഇതിനുള്ളൊരു പ്രത്യേകത. അപ്പോൾ ആ ലൈസൻസ് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഈ 30 ദിവസം തന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ 15 ദിവസമാക്കി ചുരുക്കണം എന്നതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ലേഖയെ പോലുള്ള ആൾക്കാരുള്ള പരാതികൾ മാറുമായിരിക്കും. ബേബി മാത്യു, അതായത് താങ്കൾ ഒരു മാധ്യമ സാരഥിയാണ്, അതുപോലെ തന്നെ താങ്കളുടെ സംരംഭകൻ കൂടിയാണ്. നല്ല ലാഭത്തിലൂടുന്ന ചില ടൂറിസം സംരംഭങ്ങൾ അദ്ദേഹത്തിനുണ്ട്. താങ്കളുടെ അനുഭവം എന്താണ്? ഒരുപക്ഷെ സർക്കാർ രംഗത്തുള്ള ഒരു ഇനിഷ്യേറ്റീവ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചലിക്കുമോ? ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം, ബാലകൃഷ്ണൻ സാർ പറഞ്ഞ കണക്ക് തന്നെ, ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. നമ്മളൊരു ലൈസൻസിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു CRSന്റെ പെർമിഷൻ കിട്ടാനായിട്ട് 2.5 വർഷം വെയിറ്റ് ചെയ്തു. 2.5 വർഷം എടുത്തു എനിക്കൊരു CRSന്റെ പെർമിഷൻ ഒരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് കിട്ടാനായിട്ട്. ഇപ്പോൾ ഈ നിയമം വന്നുവെങ്കിൽ തന്നെയും ശരിക്കും അത് പ്രായോഗികമായിട്ട് വന്നിട്ടില്ല, അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അതിൻ്റെ ഒരു പ്രയോജനം സംരംഭകരായ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും അതിലേക്ക് പോകുന്നത് വലിയ ഒരു നല്ല ഒരു ലക്ഷണമാണ്. അതുതന്നെയാണ് ഞങ്ങളൊക്കെ ഗവൺമെന്റ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കുന്നു, അത് നടക്കും. അതുകൊണ്ട് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഇങ്ങനെയുള്ള വികസന കാര്യങ്ങളിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് മിനിസ്ട്രി എടുക്കുന്നു, ഗവൺമെന്റ് എടുക്കുന്നു, അത് നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി നിശ്ചയിച്ചതായിരുന്നു. ചില കാരണങ്ങളാൽ അത് കുറച്ചങ്ങ് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ കാലതാമസമില്ലാതെ തന്നെ അത് മുഴുവനായിട്ട് നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഷീജ, ഇപ്പം ഈ രംഗത്ത് ഇപ്പോൾ ഒരു പുതിയ, എനിക്കൊന്ന് ശ്രീ കുര്യൻ തന്നെയാണ് ആ ഒരു ദൗത്യം നിർവഹിക്കുന്നത്. ജലപാത, ഇപ്പൊ താങ്കൾ നേരത്തെ ഒരു സുസ്ഥിര വികസനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ഗതാഗത അടിസ്ഥാന മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമവാക്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ ഏറ്റവും ചെലവ് കുറഞ്ഞ എൻവിറോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉൾനാടൻ ജലപാത എങ്ങനെയാണ് കാണുന്നത്? അർബൻ സെന്റർ എടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർ വേസ്, ഈ ജലപാതയാണ് ആക്ച്വലി ഒരു ബാക്ക് ബോൺ ഓഫ് എ സിറ്റി. അപ്പം അത് വളരെ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ടും മാറുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ പൊല്യൂഷൻ, കൺജഷൻ, റോഡ് കൺജഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എൻവയൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഇപ്പം പറഞ്ഞതുപോലെ എൻവയൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. അപ്പം ഇങ്ങനെയുള്ള വാട്ടർ വേസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അത് ബൈ 2020 നമ്മൾ നടപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വലിയൊരു ടാസ്ക് ആണത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 2020 എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു ഇതാണ്. ആ ഒരു ടാസ്ക് ആണ്. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടോ എന്നുള്ള ഒരു ചില
ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി യാതൊരു ആശങ്കയും വേണ്ടതില്ല. 2020 എന്ന വർഷം ഉണ്ടെങ്കിൽ അത് പൂർത്തിയായി കഴിഞ്ഞു. അത് ശ്രീ കുര്യനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. താങ്കൾക്ക് ഇനി ശങ്ക വേണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പിന്നെ ലേഖ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താ പറയാ സ്പിയർ ഹെഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോസിബിൾ ആക്കിയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് അത് സംബന്ധിച്ചൊരു പ്രതിക്രിയ വേണ്ടേ? നിങ്ങളും അതിനനുസരിച്ച് ഉയരണ്ടേ? അതായത് ഇവിടെ നിക്ഷേപിക്കാൻ വരുന്നവരോട് ഇവിടെ നിക്ഷേപിക്കരുത്, പോയിക്കോളൂ, ആന്ധ്രയിലേക്ക് പോയിക്കോളൂ, തെലങ്കാനയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ ഒരുപാട് വ്യവസായികൾ എനിക്കറിയാം. അത് ആ കൂട്ടത്തിൽ വരുന്നുണ്ടോ താങ്കൾ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പല മീറ്റിങ്ങുകളും ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തിരുന്ന ഞങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. വളരെയധികം പ്രോത്സാഹനജനകമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. കൂടുതൽ വ്യവസായം തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജലമെട്രോയുടെയും വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ പുരോഗതി, ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്പ് തീർച്ചയായും അഭിനന്ദിക്കേണ്ടതാണ്. സാറിനെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ 100% ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് അത് വരും എന്നുള്ളത്. അത് വളരെയധികം ടൂറിസത്തിനെയും വ്യവസായത്തിനെയും കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഇതിനിടയിൽ ഒരു പക്ഷേ നമ്മളേറെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല, അതായത് ഈ കാര്യങ്ങളിലൊക്കെ വലിയൊരു കുതിപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ ഒരു ശാപം എന്ന് പറയുന്നത് വിവാദങ്ങളാണ്. പലപ്പോഴും പല പദ്ധതികളെയും വിഴുങ്ങുന്നത് മറ്റു കാരണങ്ങളല്ല, വിവാദങ്ങൾ വിഴുങ്ങുകയാണ്. ഇപ്പൊ വലിയ പദ്ധതികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് വിവാദങ്ങളിൽ കുരുങ്ങിയിട്ടാണ്. അപ്പൊ അതിനുള്ളൊരു സാധ്യത ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്കുണ്ടോ? വിവാദങ്ങളോട് നമ്മൾ ഇവിടെ പറയുകയാണോ? വിവാദത്തിന് അവസാനം കൊടുക്കാൻ കഴിയില്ല നമുക്ക്. കാരണം അത് വിവാദം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഒറ്റ കാര്യത്തിൽ മാത്രമേ അഭിപ്രായം പറയുന്നു. വിവാദം കൊണ്ട് കേരളത്തിന്റെ പുരോഗതി തടയാനുള്ള കാലം കഴിഞ്ഞു. അതിനി ആരും മോഹിക്കേണ്ടതില്ല. ഒരു വിവാദമുണ്ട്, അതുകൊണ്ട് പേര് മോശമായി പോകുമല്ലോ, എങ്ങനെയാണ് ഇനി അതിന്റെ അകത്തേക്ക് പോവുക? ആ ചിന്ത ഇപ്പൊ ഏതായാലും ഇല്ല. നാടിന് ആവശ്യമായ കാര്യമാണ്. മുഖ്യമന്ത്രി ഇമേജിന് വേണ്ടി നിൽക്കില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. നാടിന് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും. വിവാദം വിവാദത്തിന്റെ വഴിക്കും പോകും. കേരളത്തിന്റെ അടിസ്ഥാന മേഖലാ വികസനം ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ മടങ്ങി വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.